കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ 3rd മോഡ്യൂളിന്റെ ഫസ്റ്റ് പാർട്ടാണ് ഇതിനകത്ത് ഞാൻ കവർ ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്ന 5 ഡിഫറൻ്റ് ആയിട്ടുള്ള കാറ്റഗറീസ് ആണ്. അതായത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. സിമിലർലി അതിന്റെ ലാസ്റ്റ് പാർട്ടായിട്ട് അറ്റോർണി ജനറലിന്റെ ഫംഗ്ഷൻസും ഡ്യൂട്ടീസും എല്ലാം തന്നെ ഞാൻ കവർ ചെയ്ത് പോകുന്നുണ്ട്. സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ യൂണിയൻ എക്സിക്യൂട്ടീവിലേക്ക് പോവാം. നമുക്കറിയാം, കേന്ദ്രത്തിലുള്ള ഗവൺമെന്റ് ആണ് യൂണിയൻ ഗവൺമെന്റ്, സംസ്ഥാനത്തുള്ളത് സ്റ്റേറ്റ് ഗവൺമെന്റും. യൂണിയൻ ഗവൺമെന്റിന് 3 ഓർഗൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ എക്സിക്യൂട്ടീവ്, സെക്കൻഡ് വൺ ലെജിസ്ലേച്ചർ, തേർഡ് വൺ ജുഡീഷ്യറി. ഇന്ത്യൻ സർക്കാരിന്റെ യൂണിയൻ എക്സിക്യൂട്ടീവിൽ ഉള്ളത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെയാണ് COM ആയിട്ട് ഞാൻ ഡിനോട്ട് ചെയ്യുന്നത്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ ഹെഡാണ് പ്രൈം മിനിസ്റ്റർ. നെക്സ്റ്റ്, പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പ്രൈം മിനിസ്റ്റേഴ്സും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും അടങ്ങുന്ന യൂണിയൻ എക്സിക്യൂട്ടീവിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഉണ്ടാക്കിയ നിയമങ്ങൾ നടപ്പിലാക്കുകയും അതിന്റെ മേൽനോട്ടവുമാണ്. അതിനോടൊപ്പം യൂണിയൻ എക്സിക്യൂട്ടീവിന്റെ റെസ്പോൺസിബിലിറ്റി ഒരു സർക്കാരിന്റെ നയങ്ങൾക്ക് അനുസരിച്ചുള്ള ഭരണ തീരുമാനങ്ങൾ എടുക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ്, യൂണിയൻ എക്സിക്യൂട്ടീവിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് പേഴ്സൺ ആയിട്ടുള്ള പ്രസിഡന്റിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ചെക്ക് ചെയ്യാം. ഇന്ത്യൻ പ്രസിഡന്റ് ആണ് ഭരണഘടനയുടെ തലവൻ, ഇന്ത്യയുടെ പ്രഥമ പൗരനും. എക്സിക്യൂട്ടീവ് പവേഴ്സ് മുഴുവനായിട്ടും ഇന്ത്യൻ പ്രസിഡന്റിൽ നിക്ഷിപ്തമാണ്. എക്സിക്യൂട്ടീവ് പവേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഗവൺമെന്റിന്റെ നയങ്ങളെയും അതിനോടൊപ്പം രാജ്യത്തിന്റെ നിയമങ്ങളെയുമാണ്. ഇന്ത്യയുടെ സെറിമോണിയൽ ഹെഡാണ് പ്രസിഡന്റ്. എക്സാക്ട്ലി ആ വാക്കാണ് നമ്മൾ പ്രസിഡന്റിനെ വിശേഷിപ്പിക്കാൻ യൂസ് ചെയ്യേണ്ടത്. കാരണം ഒരു സർക്കാരിനെ ഒരു രീതിയിൽ പ്രതിനിധീകരിക്കുന്ന ആളാണെങ്കിലും ആ ഭരണത്തിൽ വളരെ ചെറിയ രീതിയിലുള്ള സ്വാധീനം മാത്രമേ പ്രസിഡന്റിന് ചെലുത്താൻ കഴിയുകയുള്ളൂ. ഇത് വ്യക്തമാക്കുന്ന കാര്യമാണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ട് മാത്രമേ എക്സിക്യൂട്ടീവ് പവേഴ്സ് പ്രസിഡന്റിനെ വിനിയോഗിക്കാൻ കഴിയുള്ളൂ എന്ന കാര്യവും. നെക്സ്റ്റ്, നമുക്ക് ഇന്ത്യൻ പ്രസിഡന്റ് ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇന്ത്യൻ പൗരനായിരിക്കണം. സെക്കൻഡ് വൺ, 35 വയസ്സ് കംപ്ലീറ്റ് ആക്കിയിരിക്കണം. മൂന്നാമത്തെന്ന് പറയുന്നത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെയോ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയോ ഒരു രീതിയിലുള്ള സാമ്പത്തിക നേട്ടവും പറ്റുന്ന പദവികളിൽ ഇരിക്കാൻ പാടില്ല. അതിനോടൊപ്പം ആ വ്യക്തിക്ക് പാർലമെന്റിൽ മത്സരിക്കാനുള്ള യോഗ്യതയും വേണം. പക്ഷേ അദ്ദേഹം ഒരിക്കലും പാർലമെന്റിന്റെയോ നിയമസഭകളുടെയോ അംഗമാവാനും പാടില്ല. നെക്സ്റ്റ്, പ്രസിഡന്റിന്റെ കാലാവധി സാധാരണഗതിയിൽ 5 വർഷമാണ്. പ്രസിഡന്റ് ഓഫീസ് ഒഴിഞ്ഞുകിടക്കുന്നത് ഈ പറയുന്ന കാരണങ്ങളാലാണ്. ഒന്നാമത്തെ കാര്യം, പ്രസിഡന്റ് തന്റെ രാജിക്കത്ത് വൈസ് പ്രസിഡന്റിന് കൈമാറും. രണ്ടാമത്തത്, പ്രസിഡന്റ് ഓഫീസിലിരിക്കുമ്പോൾ മരണപ്പെടുമ്പോൾ. 2 പ്രസിഡന്റ്സ് ആണ് ഓഫീസിലിരിക്കുമ്പോൾ ഇന്ത്യയിൽ മരണപ്പെട്ടിട്ടുള്ളത്. ഫസ്റ്റ് വൺ സക്കീർ ഹുസൈനും സെക്കൻഡ് വൺ ഫക്രുദ്ദീൻ അലി അഹമ്മദും. മൂന്നാമത്തത്, ഇംപീച്ച്മെന്റ് പ്രോസസ് വഴി പ്രസിഡന്റിനെ പുറത്താക്കുമ്പോൾ. മേൽപ്പറഞ്ഞ രീതിയിൽ പ്രസിഡന്റ് ഓഫീസ് ഒഴിഞ്ഞുകിടക്കുമ്പോൾ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കും. ഇങ്ങനെ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞുകിടക്കുകയാണെങ്കിൽ 6 മാസത്തിനകം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇലക്ഷൻ നടത്തും. അങ്ങനെയാണെങ്കിൽ പ്രസിഡന്റ് ഇലക്ഷൻ എങ്ങനെയാണെന്നുള്ളത് ചെക്ക് ചെയ്യാം. പ്രസിഡന്റ് ഇലക്ഷൻ നടത്തുന്നത് ഇൻഡയറക്റ്റ് ഇലക്ഷൻ വഴിയാണ്. അതായത് ജനങ്ങൾ നേരിട്ടല്ല എലക്ട് ചെയ്യുന്നത്, പക്ഷേ ജനപ്രതിനിധികളായിട്ടുള്ള MPs MLAs മുഖേനയാണ് പ്രസിഡന്റ് ഇലക്ഷൻ നടക്കുന്നത്. പ്രൊപ്പോഷണൽ റെപ്രസെന്റേഷനാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. ഓരോ പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്കും വോട്ട് ചെയ്യുന്ന MP MLAമാർക്ക് പ്രിഫറൻസ് അല്ലെങ്കിൽ ചോയ്സ് കൊടുക്കാവുന്നതാണ്. ഒരു പർട്ടിക്കുലർ കോട്ട ഓഫ് വോട്ട്സ് കിട്ടുന്ന പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാണ് വിജയിയാകുന്നത്. നെക്സ്റ്റ്, നമുക്ക് പ്രസിഡന്റ് ഇലക്ഷനിൽ എങ്ങനെയാണ് ഇലക്ഷൻ നടത്തുന്നു എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. ഞാൻ അതിനുവേണ്ടി ജനറൽ ഇലക്ഷനും പ്രസിഡന്റ് ഇലക്ഷനും ഇവിടെ മാർക്ക് ചെയ്യാണ്. ജനറൽ ഇലക്ഷൻ ഇന്ത്യൻ പൗരന്മാരാണ് വോട്ട് ചെയ്യുന്നത്. അവരുടെ ഒരു വോട്ടിന് ഒരു മൂല്യം തന്നെയാണ് അവിടെ കാണുകയും ചെയ്യുന്നത്. ബട്ട് പ്രസിഡൻഷ്യൽ ഇലക്ഷന് 2 ടൈപ്പ് ആളുകളാണ് വോട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ വരുന്നത് MLAs ആണ്. MLA വിനിയോഗിക്കുന്ന വോട്ടിന് ഒരു വിലയുണ്ട്. അതാണ് ഞാൻ നെക്സ്റ്റ് കാണിക്കുന്നത്. ഒരു സംസ്ഥാനത്തിന്റെ ടോട്ടൽ പോപ്പുലേഷൻ എത്രയാണോ അത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് MLAs, റൈറ്റ്? ഓൾ ഡിവൈഡഡ് ബൈ 1000. ഇതാണ് ഒരു MLAയുടെ വോട്ടിന്റെ വില.
അത് ഓരോ സംസ്ഥാനം അനുസരിച്ച് വേരി ചെയ്യുന്ന കാര്യവും കൂടെയാണ്. സിമിലർലി ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് സ്റ്റേറ്റ് എടുത്തിരിക്കുന്നത് 1971 സെൻസസിന്റെ കണക്കുമാണ്. അപ്പോൾ പല സംസ്ഥാനങ്ങളുടെയും പല MLA-മാർക്കും പല വാല്യൂ ആയിരിക്കും വരികയും ചെയ്യുന്നത്. ഇനി ഇതിവിടെ MLA-യുടെ കേസ് പറഞ്ഞു. MLA സാധാരണ പിങ്ക് കളറിലുള്ള ബാലറ്റിലാണ് ചെയ്യുന്നത്. ഇനി അടുത്ത ഗ്രീൻ കളർ ബാലറ്റ് യൂസ് ചെയ്യുന്ന MP-യുടെ കേസിലേക്ക് പോവാം. MLA-മാർക്ക് എത്ര വോട്ട്സ് അസൈൻ ചെയ്തിട്ടുണ്ടോ അത് ഡിവൈഡഡ് ബൈ ആ സംസ്ഥാനത്തിന്റെ ടോട്ടൽ നമ്പർ ഓഫ് MPs. റൈറ്റ്, ഈ രീതിയിൽ കിട്ടുന്ന വാല്യൂ ഉപയോഗിച്ചാണ് പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ വോട്ടിംഗ് നടത്തുന്നത്. അതിനോടൊപ്പം സാധാരണ ഇലക്ഷനിൽ നിന്നും മാറി പ്രസിഡന്റൽ ഇലക്ഷനിലേക്ക് വരുമ്പം ഓരോ കാൻഡിഡേറ്റിനും പ്രിഫറൻസ് കൊടുക്കാൻ പറ്റും ഈ കാണിക്കുന്ന രീതിയിൽ. നെക്സ്റ്റ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച കണക്ക് ഓരോ MLA-മാർക്കും ഓരോ വാല്യൂ വരുമെന്ന് പറഞ്ഞു. ആ വാല്യൂ ഓരോ സംസ്ഥാനത്തിന് അനുസരിച്ചുള്ളതാണ് ഈ കാണിച്ചിരിക്കുന്നത്. 2017 പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ഉപയോഗിച്ചതാണിത്. എഗെയിൻ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈസ്റ്റേൺ സൈഡിൽ വരുന്ന സിക്കിം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ് ആ ഭാഗങ്ങളിൽ വരുന്ന സംസ്ഥാനങ്ങളുടെ MLA-യുടെ വോട്ടിൻ്റെ വാല്യൂ വളരെ ചെറുതാണ്, 7, 8, 9 ഉള്ളൂ. ബട്ട് 1971 സെൻസസിൽ ജനസംഖ്യ കൂടിക്കിടന്ന സംസ്ഥാനങ്ങളായിട്ടുള്ള ഉത്തർപ്രദേശ്, ബീഹാർ, തമിഴ്നാട് ആ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ MLA-മാരുടെ വോട്ടിൻ്റെ വാല്യൂ കൂടുതലാണ്. എക്സാമ്പിൾ ഉത്തർപ്രദേശ് നമ്മൾ നോക്കുമ്പോൾ 208 ആ വോട്ടിൻ്റെ വാല്യൂ. അരുണാചൽ പ്രദേശിൻ്റെ ആ സമയത്ത് 8 മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. കേരളത്തിൻ്റെ കേസിലേക്ക് വരുമ്പോൾ കേരളത്തിൻ്റെ ഒരു MLA-യുടെ വോട്ടിൻ്റെ മൂല്യം എന്ന് പറയുന്നത് 152 ആണ്. നെക്സ്റ്റ്, ഈ രീതിയിൽ ഇൻഡയറക്റ്റ് വേല് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന റീസൺസ് എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യാം. ഡയറക്റ്റ് രീതിയിൽ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ ഭരണത്തിനെ നിയന്ത്രിക്കുന്ന കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന് മേ ബി ഒരു ഓപ്പോസിറ്റ് രീതിയിലുള്ള ഭരണ നിയന്ത്രണ കേന്ദ്രമായി പ്രസിഡന്റ് മാറാം. അത് ജനാധിപത്യ പാർലമെന്ററി സിസ്റ്റത്തിന് എതിരാണ്. സാധാരണഗതിയിൽ ഭരിക്കുന്ന പാർട്ടിയുടെ നിയന്ത്രണത്തിലാണ് പാർലമെന്റിന്റെ 2 സഭകളായിട്ടുള്ള ലോക്സഭയും രാജ്യസഭയും. പാർലമെന്റ് വഴി മാത്രമാണ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം പ്രൈം മിനിസ്റ്ററിനെ പോലെ ഭരിക്കുന്ന പാർട്ടിയുടെ വക്താവ് മാത്രമായിരിക്കും. ആ ഒരു വ്യക്തിക്ക് ഓരോ ഇന്ത്യൻ സംസ്ഥാനങ്ങളെയും പ്രതിനിധീകരിക്കാൻ കഴിയില്ല. അതിനാലാണ് MLAs-ഉം കൂടെ വരുന്ന രീതിയിൽ ഒരു ഇലക്ട്രൽ കൊളീഗ് ഉണ്ടാക്കി വോട്ടിംഗ് നടത്തുന്നതും. അടുത്തതായിട്ട് ഭരണഘടനയിൽ ഇന്ത്യൻ പ്രസിഡന്റിന്റെ റോൾ എന്താണെന്ന് നോക്കാം. ഭരണഘടനാ തലവനാണ് പ്രസിഡന്റ്. പ്രൈം മിനിസ്റ്റർ റെക്കമെൻഡ് ചെയ്യുന്ന രീതിയിൽ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളിൽ ഇടപെടൽ. പല നയങ്ങളും വീണ്ടും പ്രസിഡന്റിന് പുനഃപരിശോധിക്കാൻ കഴിയും. അങ്ങനെ പുനഃപരിശോധനയ്ക്ക് പാർലമെന്റിൽ അയക്കുന്ന ബില്ല് പാർലമെന്റ് ഒരു മാറ്റവുമില്ലാതെ പാസാക്കിയാലും പ്രസിഡന്റ് ഒപ്പുവെക്കാത്തിടത്തോളം അത് നിയമം ആവില്ല. അങ്ങനെ വേണമെന്ന് വെച്ചാൽ ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് പ്രസിഡന്റിന് അനന്തമായി ആ ബിൽ പരിഗണിക്കുന്നത് മാറ്റിവെക്കാം. അല്ലെങ്കിൽ ആ വാക്ക് പറയുന്നത് പോലെ പോക്കറ്റിലിട്ട് എതിർപ്പ് കാണിക്കാം. ആ രീതിയിൽ പ്രസിഡന്റിന്റെ പവർ ഉപയോഗിച്ചിട്ടുള്ള ഏക ഇന്ത്യൻ പ്രസിഡന്റ് ഗ്യാനി സെയിൽ സിംഗ് ആണ്. 1986 പോസ്റ്റ് ഓഫീസ് ലിബറലൈസേഷനുമായി ബന്ധപ്പെട്ട ബില്ലിലാണ് ഗ്യാനി സെയിൽ സിംഗ് പോക്കറ്റ് വീറ്റോ അധികാരം ഉപയോഗിച്ചത്. നേരത്തെ സൂചിപ്പിച്ച കണക്ക് സെറിമോണിയൽ അല്ലെങ്കിൽ നോമിനൽ ഹെഡുമാണ്. രാഷ്ട്രീയ അന്തരീക്ഷം മാറുന്നുണ്ടെങ്കിൽ പ്രസിഡന്റിന് വലിയ റോളാണ് വരുന്നത്. പ്രസിഡന്റ് ആ സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുമ്പ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സീനിയർ മോസ്റ്റ് ജഡ്ജിന്റെ മുമ്പിൽ ഈ പറയുന്ന സത്യപ്രതിജ്ഞ എടുക്കണം. ടു ഡിവോട്ട് ഹിംസെൽഫ് ടു ദ സർവീസ് ആൻഡ് വെൽബീയിങ് ഓഫ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ടു പ്രിസർവ്, പ്രൊട്ടക്ട് ആൻഡ് ഡിഫെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. നെക്സ്റ്റ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡും ഫസ്റ്റ് സിറ്റിസനുമായിട്ടുള്ള ഇന്ത്യൻ പ്രസിഡന്റിനെ എങ്ങനെയാണ് പുറത്താക്കുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യാം. ആ പുറത്താക്കുന്ന പ്രോസസ്സിനെയാണ് ഇംപീച്ച്മെന്റ് ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഇവിടെ പ്രത്യേകം ഓർക്കേണ്ടത് ഇന്ത്യൻ പ്രസിഡന്റ് ഭരണഘടനാ ലംഘനം നടത്തിയാൽ മാത്രമാണ് ഇംപീച്ച്മെന്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിനുവേണ്ടി പാർലമെന്റിന്റെ ഏതെങ്കിലും ഒരു സഭ പ്രസിഡന്റിനെതിരെ ഒരു കുറ്റം ചാർജ് ചെയ്യണം. അതൊരു റെസൊല്യൂഷന്റെ ഭാഗമായിട്ട് 4/1 അംഗങ്ങളെങ്കിലും വരുന്ന രീതിയിൽ അതിനകത്ത് ഒപ്പിടുകയും വേണം. അതിനോടൊപ്പം 14 ദിവസം മുൻകൂറായിട്ട് നോട്ടീസ് തരികയും വേണം. 3/2 ഭൂരിപക്ഷത്തിൽ ആ സഭയിൽ ആ റെസൊല്യൂഷൻ പാസ്സാകുന്നുണ്ടെങ്കിൽ അടുത്ത സഭയിൽ പരിശോധനയ്ക്കായിട്ട് പോകും.
അങ്ങനെ നടക്കുന്ന പരിശോധനയിൽ പ്രസിഡന്റിന് നേരിട്ടോ ഒരു വ്യക്തി മുഖേനയോ ആ ഇൻവെസ്റ്റിഗേഷനിൽ പങ്കെടുക്കാം. അങ്ങനെ നടക്കുന്ന ഇൻവെസ്റ്റിഗേഷനിൽ 2/3 ഭൂരിപക്ഷത്തിൽ ആ സഭയിലും പാസ്സാകുന്നുണ്ടെങ്കിൽ ആ കുറ്റങ്ങൾ നിലനിൽക്കുന്നതാണ്. എന്നാണോ ആ റെസൊല്യൂഷൻ പാസ്സാകുന്നത്, ആ പാസ്സാവുന്ന തീയതി മുതൽ പ്രസിഡന്റ് ആ സ്ഥാനത്ത് നിന്ന് മാറേണ്ടതായിട്ട് വരും. അടുത്തതായിട്ട് നമുക്ക് പ്രസിഡന്റിന്റെ എക്സിക്യൂട്ടീവ് പവേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് ചെക്ക് ചെയ്യാം. നേരത്തെ സൂചിപ്പിച്ച കണക്ക് എക്സിക്യൂട്ടീവിന്റെയും അഡ്മിനിസ്ട്രേഷന്റെയും തലപ്പത്തുള്ള ആളാണ് പ്രസിഡന്റ്. പ്രസിഡന്റാണ് പ്രധാനമന്ത്രിയെയും പ്രധാനമന്ത്രി അഡ്വൈസ് ചെയ്യുന്ന മറ്റ് മിനിസ്റ്റേഴ്സിനെയും അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. അതിനോടൊപ്പം അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സ്, അതായത് നിയമങ്ങൾ നടപ്പിലാക്കുന്ന കാര്യത്തിലും വിവിധ ഗവൺമെന്റ് ഏജൻസികളുടെ അഡ്മിനിസ്ട്രേഷന്റെ ഏറ്റവും മുകളിലെ പൊസിഷനിലുള്ളതും പ്രസിഡന്റാണ്. അടുത്തത് മിലിറ്ററി പവർ. എല്ലാ ആംഡ് ഫോഴ്സുകളുടെയും കമാൻഡിംഗ് പൊസിഷനിലും സിമിലർലി യുദ്ധം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് തുടങ്ങാനും ഒടുങ്ങാനും നിർദ്ദേശിക്കുന്നത് പ്രസിഡന്റാണ്. നെക്സ്റ്റ്, ലെജിസ്ലേറ്റീവ് പവർ. പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നതും തീരുന്നതും അദ്ദേഹത്തിന്റെ അനുമതിയാലാണ്. അടുത്തതായിട്ട് ജുഡീഷ്യൽ പവർ. കുറ്റവാളികളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുക മുതലായ കാര്യങ്ങളാണ് ഇതിനകത്ത് വന്നു പോകുന്നത്. ഈ കാണിച്ചതിലും ഉപരിയായി പവേഴ്സ് അദ്ദേഹത്തിനുണ്ട്. നമുക്കത് ഏതൊക്കെയാണെന്നുള്ളതും ചെക്ക് ചെയ്യാം. നെക്സ്റ്റ്, എക്സിക്യൂട്ടീവ് പവേഴ്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പം എല്ലാ എക്സിക്യൂട്ടീവ് ഫങ്ഷൻസും പ്രസിഡന്റിന്റെ പേരിലാണ് ചെയ്യുന്നത്. പ്രസിഡന്റാണ് നേരത്തെ സൂചിപ്പിച്ച കണക്ക് പ്രൈം മിനിസ്റ്ററിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. ലോക്സഭയുടെ മെജോറിറ്റി കിട്ടും എന്ന വിശ്വാസമുള്ള വ്യക്തിയാണ് പ്രധാനമന്ത്രിയായിട്ട് നിയമിക്കുന്നത്. അതിനോടൊപ്പം ഭരണഘടനയുടെ കീ പൊസിഷൻസിൽ വരുന്ന അറ്റോർണി ജനറൽ, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, ചീഫ് ഇലക്ഷൻ കമ്മീഷൻ, ചെയർമാൻ ആൻഡ് മെമ്പേഴ്സ് ഓഫ് UPSC, ഗവർണേഴ്സ് ഓഫ് സ്റ്റേറ്റ്സ്, ചെയർമാൻ ആൻഡ് മെമ്പേഴ്സ് ഓഫ് ഫിനാൻസ് കമ്മീഷൻ മുതലായവരെ നിയമിക്കുന്നത് പ്രസിഡന്റാണ്. അടുത്തതായി പ്രസിഡന്റിന്റെ ലെജിസ്ലേറ്റീവ് പവേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പാർലമെന്റ് അംഗം അല്ലെങ്കിലും ഒരു രീതിയിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആളാണ് പ്രസിഡന്റ്. അദ്ദേഹത്തിന് 12 മെമ്പേഴ്സിനെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നോമിനേറ്റ് ചെയ്യുന്ന മെമ്പേഴ്സ് കലാ, സാഹിത്യ, ശാസ്ത്ര, സാമൂഹിക മേഖലകളിൽ കഴിവ് തെളിയിച്ചവരായിരിക്കണം. അതിനോടൊപ്പം പാർലമെന്റിൽ ആംഗ്ലോ ഇന്ത്യൻസിന്റെ കുറവുണ്ടെന്ന് തോന്നിയാൽ 2 പേരെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളായും ലോക്സഭയിൽ നിയമിക്കാം. നെക്സ്റ്റ്, സമ്മൺ ആൻഡ് പ്രൊറോഗ്. സമ്മൺ എന്ന് ഉദ്ദേശിക്കുന്നത് പാർലമെന്റ് സെഷൻ തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ട് അംഗങ്ങളെ വിളിച്ചു വരുത്തുന്ന പ്രോസസ്സാണത്. അത് കോർഡിനേറ്റ് ചെയ്യുന്നത് പ്രസിഡന്റാണ്. സിമിലർലി പ്രൊറോഗ്, ഒരു സഭ എൻഡ് ചെയ്യുന്നത് ഔദ്യോഗികമായി അറിയിക്കുന്നതും അദ്ദേഹത്തിന്റെ കർത്തവ്യത്തിൽ വരുന്നതാണ്. ഇരു സഭകളെയും അല്ലെങ്കിൽ ഒരു സഭയെയും സമ്മന്റെ ഭാഗമായിട്ട് അദ്ദേഹം അഭിസംബോധന ചെയ്യാറുണ്ട്. അതിനോടൊപ്പം ഏതെങ്കിലും ബിൽ പാർലമെന്റിന്റെ പെൻഡിംഗ് ആണെങ്കിൽ ആ സഭയെ അറിയിക്കാറുണ്ട്. അടുത്തതായിട്ട് പ്രസിഡന്റിന്റെ ഫിനാൻഷ്യൽ പവേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ധനകാര്യമന്ത്രി പ്രസിഡന്റിന് വേണ്ടിയാണ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇരു സഭകളുടെ മുമ്പിൽ വയ്ക്കുന്നത്. പ്രസിഡന്റിന്റെ ശുപാർശ ഇല്ലാതെ ഒരു ധനകാര്യ ബില്ലും ലോക്സഭയിൽ വരാറില്ല. ഫിനാൻഷ്യൽ ഗ്രാന്റിന് വേണ്ടിയുള്ള ശുപാർശയും പ്രസിഡന്റ് അറിയാതെ വരില്ല. പ്രസിഡന്റിന്റെ ശുപാർശ ഇല്ലാതെ ഇന്ത്യൻ ഫണ്ട് ഉപയോഗിക്കുന്ന ഒരു ബില്ലും പാർലമെന്റിന്റെ ഒരു സഭയിലും പാസ്സാകത്തുമില്ല. അടുത്തതായിട്ട് കേന്ദ്ര സംസ്ഥാനങ്ങളുടെ ധനകാര്യ സ്ഥിതി പരിശോധിക്കാൻ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ നിയമിക്കുന്നതും അദ്ദേഹമാണ്. പ്രസിഡന്റ് ഓരോ 5 വർഷം കൂടുന്തോറും ഒരു ധനകാര്യ കമ്മീഷനെ കേന്ദ്രത്തിന്റെയും സംസ്ഥാനങ്ങളുടെയും ടാക്സ് ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ടും നിയമിക്കാറുണ്ട്. അടുത്തതായിട്ട് പ്രസിഡന്റിന്റെ ജുഡീഷ്യൽ പവേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ചീഫ് ജസ്റ്റിസിനെയും മറ്റ് ജഡ്ജിമാരെയും നിയമിക്കുക. ചീഫ് ജസ്റ്റിസിന്റെ സ്ഥാനം താൽക്കാലികമായി ഒഴിവ് വരുന്നുണ്ടെങ്കിൽ പ്രസിഡന്റാണ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത്. പ്രസിഡന്റിന് സുപ്രീം കോർട്ടിന്റെ അടുത്ത് ഏതെങ്കിലും ഒരു നിയമപ്രശ്നം ഉണ്ടെങ്കിൽ അഡ്വൈസ് ചോദിക്കാനാകും. നെക്സ്റ്റ്, പാർഡൺ. പാർഡൺ എന്ന് വെച്ചാൽ ഒരു കുറ്റവാളിയെ അയാൾക്ക് മേൽ ചാർത്തിയിരിക്കുന്ന എല്ലാ കുറ്റങ്ങളും ഒഴിവാക്കി അദ്ദേഹത്തിന് സ്വതന്ത്രമാക്കാനാകും. നെക്സ്റ്റ്, 3R
അതിലെ ഫസ്റ്റ് ആർ എന്ന് പറയുന്ന റെസ്പെക്റ്റ്. റെസ്പെക്റ്റ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിയമം ശുപാർശ ചെയ്യുന്നതിൻ്റെക്കാളും ചെറിയ ശിക്ഷ പ്രസിഡന്റിന് കൊടുക്കാൻ പറ്റും. അടുത്ത ആർ എന്ന് പറയുന്നത് റിപ്രൈവ്. റിപ്രൈവ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറച്ചു കാലത്തേക്ക് പ്രസിഡന്റിന് ഒരു നിയമം നടപ്പിലാക്കുന്നത് താൽക്കാലികമായി തടഞ്ഞു വയ്ക്കാൻ പറ്റും. മൂന്നാമത്തത് റെമിഷൻ, അതായത് ആ കുറ്റം നിലനിൽക്കുമ്പോൾ തന്നെ ആ ശിക്ഷയുടെ കാഠിന്യം കുറയ്ക്കാനുള്ള അധികാരവും പ്രസിഡന്റിനുണ്ട്. അടുത്തതായിട്ട് പ്രസിഡന്റിന്റെ മിലിറ്ററി പവേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നേരത്തെ സൂചിപ്പിച്ച കണക്ക് ഡിഫൻസ് ഫോഴ്സിന്റെ തലവനാണ് പ്രസിഡന്റ്. പ്രസിഡന്റാണ് ആർമി, നേവി ആൻഡ് എയർഫോഴ്സ് ചീഫുകളെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. പാർലമെന്റിന്റെ അപ്രൂവലോടുകൂടി യുദ്ധം തുടക്കമിടുന്നതും അതിനോടൊപ്പം സമാധാന സന്ധികളിൽ ചുക്കാൻ പിടിക്കുന്നതും പ്രസിഡന്റാണ്. അടുത്തതായിട്ട് പ്രസിഡന്റിന്റെ ഡിപ്ലോമാറ്റിക് പവേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നേരത്തെ സൂചിപ്പിച്ച കണക്ക് പ്രസിഡന്റാണ് ഫസ്റ്റ് സിറ്റിസൺ. ബട്ട് പലർക്കും ഫസ്റ്റ് സിറ്റിസൺ അറിയാമെന്നുണ്ടെങ്കിലും സെക്കൻഡ് സിറ്റിസനോ തേർഡ് സിറ്റിസനോ ഫോർത്തോ ഫിഫ്ത്തോ സിക്സ്തോ സിറ്റിസനെ കുറിച്ച് വലിയൊരു ഐഡിയ കാണാറില്ല. നെക്സ്റ്റ്, രാജ്യാന്തര ക്രയവിക്രയങ്ങൾ മുഴുവൻ നടത്തുന്നതും അദ്ദേഹത്തിന്റെ പേരിലാണ്. ഡിപ്ലോമാറ്റിക് ഏജൻസ്, അംബാസഡേഴ്സ് അവരെല്ലാം അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നതും പ്രസിഡന്റാണ്. മറ്റ് രാജ്യങ്ങളുടെ ഡിപ്ലോമാറ്റിക് ഏജൻസ് പ്രസിഡന്റിന്റെ മുമ്പിലാണ് അവരുടെ ക്രെഡൻഷ്യൽസ് അവതരിപ്പിക്കുന്നത്. എല്ലാ അന്താരാഷ്ട്ര ചർച്ചകളും വ്യവഹാരങ്ങളും നടത്തുന്നതും പ്രസിഡന്റിന്റെ പേരിലാണ്. പക്ഷേ അത് പിന്നീട് പാർലമെന്റ് ഒഫീഷ്യലി അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തതായിട്ട് പ്രസിഡന്റിന്റെ എമർജൻസി പവേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രസിഡന്റാണ് ഒഫീഷ്യലി രാജ്യത്തിന്റെ വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളായ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. എഗെയിൻ, ഇന്ത്യയിൽ 3 തവണയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 1962 ചൈന യുദ്ധവുമായി ബന്ധപ്പെട്ടും 1971 പാകിസ്ഥാൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടും 1975 മൂന്നാമത്തെ അടിയന്തരാവസ്ഥയാണ് പ്രഖ്യാപിച്ചത്. ഇതിൽ നാഷണൽ എമർജൻസി എന്ന് പറയുമ്പോൾ എപ്പോഴും ഡിനോട്ട് ചെയ്ത് പോകുന്ന 25 ജൂൺ 1975 ഡിക്ലെയർ ചെയ്ത എമർജൻസിയാണ്. അത് ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിരുന്നപ്പോൾ പ്രസിഡന്റ് ആയിരുന്ന ഫക്രുദ്ദീൻ അലിയാണ് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തത്. നാഷണൽ എമർജൻസി കഴിഞ്ഞ അടുത്ത സ്റ്റേറ്റ് എമർജൻസി അത് പലപ്പോഴും ഇന്ത്യയിൽ ഡിക്ലെയർ ചെയ്യാറുണ്ട്. അവസാനം 2020 പുതുച്ചേരിയിലും ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ 4 തവണയാണ് സ്റ്റേറ്റ് എമർജൻസി ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അത് സാധാരണഗതിയിൽ ഇലക്ഷന് ശേഷം വ്യക്തമായ ഭൂരിപക്ഷം ആർക്കും കിട്ടാതെ വരുമ്പോഴാണ് സ്റ്റേറ്റ് എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നത്. അവസാനത്തെ എമർജൻസിയാണ് ഫിനാൻഷ്യൽ എമർജൻസി അല്ലെങ്കിൽ ധനകാര്യ അടിയന്തരാവസ്ഥ. ഇന്ത്യയിൽ ഇതുവരെ ധനകാര്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടില്ല. അടുത്തതായിട്ട് എമർജൻസി ഡിക്ലെയർ ചെയ്യുമ്പോൾ പ്രസിഡന്റിന്റെ പവേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിൽ ആദ്യത്തേതായിട്ട് നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുമ്പോഴുള്ളത് നോക്കാം. ആർട്ടിക്കിൾ 353 അനുസരിച്ച് സംസ്ഥാനങ്ങൾക്ക് അടിയന്തരാവസ്ഥ സമയങ്ങളിൽ എങ്ങനെ എക്സിക്യൂട്ടീവ് പവേഴ്സ് ഉപയോഗിക്കണമെന്ന നിർദ്ദേശം നൽകും. അടിയന്തരാവസ്ഥ സമയങ്ങളിൽ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ധനവിനിയോഗങ്ങളെ മാറ്റി നിശ്ചയിക്കാറുണ്ട്. യുദ്ധമോ മറ്റ് ഏതെങ്കിലും കാരണത്താൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ ആർട്ടിക്കിൾ 19 അനുസരിച്ചുള്ള ഫ്രീഡം ഓഫ് സ്പീച്ച്, ഫ്രീഡം ടു അസംബിൾ, ഫ്രീഡം ടു ഫോം അസോസിയേഷൻ, ഫ്രീഡം ടു മൂവ് ഫ്രീലി, ഫ്രീഡം ഓഫ് റൈറ്റ് ടു പ്രാക്ടീസ് എനി പ്രൊഫഷൻ ആൻഡ് ഫ്രീഡം ടു റിസൈഡ് ആൻഡ് സെറ്റിൽ ഇൻ എനി പാർട്ട് ഓഫ് ഇന്ത്യ താൽക്കാലികമായി നിർത്തലാക്കും. അതിനോടൊപ്പം എല്ലാ ഫണ്ടമെന്റൽ റൈറ്റ്സ് എക്സെപ്റ്റ് റൈറ്റ് ടു പേഴ്സണൽ ലിബർട്ടി ആൻഡ് റൈറ്റ് ടു പ്രൊട്ടക്ഷൻ ഓഫ് കൺവിക്ഷൻ ഫോർ ഒഫൻസസ് എന്നിവ താൽക്കാലികമായി നിർത്തലാക്കാം. സോ ഇപ്പം നമ്മൾ നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുമ്പോൾ പ്രസിഡന്റിന്റെ പവേഴ്സ് കണ്ടു. നെക്സ്റ്റ് നമുക്ക് സ്റ്റേറ്റ് എമർജൻസി ഡിക്ലെയർ ചെയ്യുമ്പോഴുള്ള പവേഴ്സ് ചെക്ക് ചെയ്യാം. സംസ്ഥാന അടിയന്തരാവസ്ഥ വരുമ്പോൾ സംസ്ഥാന ഗവൺമെന്റിന്റെ എല്ലാ അധികാരങ്ങളും സംസ്ഥാന നിയമസഭ ഒഴിച്ച് മറ്റധികാരം നിർവഹിക്കുന്ന ഏജൻസി ആയിട്ടുള്ള ഗവർണർ അല്ലെങ്കിൽ പ്രസിഡന്റിന് സ്വമേധയ ആ അധികാരം ഏറ്റെടുക്കാം. അങ്ങനെ സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സംസ്ഥാനത്തിന്റെ അധികാരങ്ങൾ പാർലമെന്റിന്റെ അധികാരത്തോടു കൂടി മാത്രം നടപ്പിലാക്കാൻ നിർദ്ദേശിക്കാം. ആ സംസ്ഥാനത്തിന്റെ നിയമങ്ങൾ നടപ്പിലാക്കാൻ പാർലമെന്റും പ്രസിഡന്റിനും ഒരുമിച്ച് തീരുമാനങ്ങൾ എടുക്കാം. ലോക്സഭ കൂടാത്ത സമയത്താണ് സ്റ്റേറ്റ് എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സംസ്ഥാനത്തിന്റെ ധനകാര്യങ്ങൾ പ്രസിഡന്റിന് നേരിട്ട് ഉപയോഗിക്കാം.
പക്ഷേ അത് പിന്നീട് പാർലമെന്റിന്റെ അംഗീകാരത്തോടെ വേണമെന്നേ ഉള്ളൂ. അടുത്തതായിട്ട് ഫിനാൻഷ്യൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുമ്പോൾ പ്രസിഡന്റ് പവേഴ്സ് എന്തൊക്കെയാണ് ചെക്ക് ചെയ്യാം. ഫിനാൻഷ്യൽ എമർജൻസി ഇന്ത്യയിൽ ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഫിനാൻഷ്യൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുമ്പം സംസ്ഥാനങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള സ്വത്തുക്കൾ സംരക്ഷിക്കാൻ ആവശ്യപ്പെടാം. എല്ലാ വിഭാഗം ജീവനക്കാരുടെയും ഇൻക്ലൂഡിംഗ് ഹൈക്കോർട്ട് ആൻഡ് സുപ്രീം കോടതി ജഡ്ജിൻ്റെയും ശമ്പളവും അലവൻസും കുറയ്ക്കാൻ ആവശ്യപ്പെടാം. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള എല്ലാ ബിൽസും പ്രസിഡന്റിന്റെ കൺസിഡറേഷനിലേക്ക് മാറ്റാൻ ആവശ്യപ്പെടാം. ഈ പറഞ്ഞതാണ് പ്രസിഡന്റിന്റെ ബേസിക്കലി വരുന്ന ഫങ്ഷൻസ്. നെക്സ്റ്റ് നമുക്ക് സെക്കൻഡ് സിറ്റിസൺ ആയിട്ടുള്ള വൈസ് പ്രസിഡന്റിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. പ്രസിഡന്റും വൈസ് പ്രസിഡന്റിന്റെയും ഡ്യൂട്ടിയിൽ വളരെ സിമിലാരിറ്റീസ് ഉള്ളതാണ്. ആദ്യം നമുക്ക് ആ സിമിലാരിറ്റീസ് ഒന്ന് ചെക്ക് ചെയ്യാം. സിമിലാരിറ്റീസിൽ ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ ഫോർ വൈസ് പ്രസിഡന്റ് ഒന്ന് ചെക്ക് ചെയ്യാം. എഗെയിൻ ഇന്ത്യൻ പൗരനായിരിക്കണം. സിമിലർലി 35 വയസ്സ് കംപ്ലീറ്റ് ആക്കിയിരിക്കണം. സർക്കാരിൻ്റെ ഒരു തലത്തിൽ നിന്നും സാമ്പത്തികമായ നേട്ടം കൈവരിക്കാൻ പാടില്ല. അടുത്തായിട്ട് ഇലക്ഷൻ്റെ കേസിൽ വോട്ട് ചെയ്യുന്ന ഓരോരുത്തർക്കും കാൻഡിഡേറ്റ്സിന് നേരത്തെ പ്രസിഡന്റ് ഇലക്ഷനിൽ കണ്ട കണക്ക് പ്രിഫറൻസ് കൊടുക്കാവുന്നതാണ്. സാധാരണഗതിയിൽ കാലാവധി വൈസ് പ്രസിഡന്റിന് 5 വർഷമാണ്. പക്ഷേ അത് എത്ര തവണ വേണമെങ്കിലും വീണ്ടും എലക്ട് ചെയ്യാനും കഴിയുന്നതാണ്. സോ ഇനി നമുക്ക് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും തമ്മിലുള്ള ഡിസിമിലാരിറ്റീസ് ഒന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ഡിസിമിലാരിറ്റി ഞാൻ ചെക്ക് ചെയ്യുന്നത് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. പ്രസിഡന്റ് ലോക്സഭയുടെ ഇലക്ഷന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളാകുമ്പോൾ വൈസ് പ്രസിഡന്റ് രാജ്യസഭയുടെ ഇലക്ഷന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളായിരിക്കണം. അടുത്തതായിട്ട് ഇലക്ഷന്റെ കേസിൽ ഇലക്ട്രൽ കൊളീഗ് നമ്മൾ ചെക്ക് ചെയ്യുമ്പം പ്രസിഡന്റിനെ എലക്ട് ചെയ്യുന്നത് പാർലമെന്റിലെ ഇരു സഭകളിലെ എംപിമാരും അതിനോടൊപ്പം MLA-മാരും കൂടെ ചേർന്നാണ്. ബട്ട് വൈസ് പ്രസിഡന്റ് കേസിൽ എടുക്കുമ്പോൾ പാർലമെന്റിന്റെ അംഗങ്ങൾ മാത്രമാണ് ഇലക്ഷനിൽ പങ്കെടുക്കുന്നത്. പ്രസിഡന്റിനെ പുറത്താക്കുന്നത് ഇംപീച്ച്മെന്റ് പ്രോസസ്സ് വഴിയായപ്പം വൈസ് പ്രസിഡന്റിനെ പുറത്താക്കുന്നതിന് വേണ്ടി രാജ്യസഭ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി ലോക്സഭ അത് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ വൈസ് പ്രസിഡന്റ് പുറത്താവും. അടുത്തതായിട്ട് ഫങ്ഷൻസ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ പ്രസിഡന്റ് ഫങ്ഷൻസ് നമ്മളിപ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കവർ ചെയ്ത് കഴിഞ്ഞു. എക്സിക്യൂട്ടീവ് പവറാണ് ആക്ച്വലി പ്രസിഡന്റ് എന്ന് പറയുന്നത്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അഡ്വൈസ് ചെയ്യുന്ന രീതിയിൽ പെരുമാറുന്ന ആളാണ് പ്രസിഡന്റ് എന്നും കണ്ടു. വൈസ് പ്രസിഡന്റിന്റെ ഫങ്ഷൻസിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് പ്രത്യേകമായിട്ടൊരു ഫങ്ഷൻ ഇല്ല. ബട്ട് പലപ്പോഴും ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട് വരാറുണ്ട്. അതിനോടൊപ്പം രാജ്യസഭയുടെ ചെയർമാനായിട്ടിരിക്കുന്നതും വൈസ് പ്രസിഡന്റാണ്. സോ നമ്മളിപ്പം പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റിന്റെ ഡീറ്റെയിൽസ് എല്ലാം കവർ ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണ്. പ്രൈം മിനിസ്റ്റർ ഹെഡായിട്ട് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട്. അവരാണ് പ്രസിഡന്റിന് പ്രോപ്പറായിട്ടുള്ള നിർദ്ദേശം നൽകുന്നത്. പ്രസിഡന്റ് ഇവർ തരുന്ന അഡ്വൈസ് അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. പ്രസിഡന്റ് ആദ്യം പ്രൈം മിനിസ്റ്ററിനെയും മറ്റ് മിനിസ്റ്റേഴ്സിനെ പ്രൈം മിനിസ്റ്ററിന്റെ അഡ്വൈസാൽ നിയമിക്കുകയാണ് ചെയ്യുന്നത്. ലോക്സഭയുടെ മുമ്പിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന് കൂട്ടായ ഉത്തരവാദിത്വമാണ് ഉള്ളത്. ഒരു മന്ത്രി അധികാരം ഏറ്റെടുക്കുന്നതിന് മുമ്പ് 3-ാം ഷെഡ്യൂളിൽ പറയുന്നതനുസരിച്ച് സത്യപ്രതിജ്ഞ എടുക്കണം. ഒരു മന്ത്രി അധികാരം ഏറ്റെടുക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ 6 മാസത്തിനകമോ ഏതെങ്കിലും സഭയുടെ അംഗമാവണം. അല്ലെങ്കിൽ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടും. ലോക്സഭയിൽ ഭൂരിപക്ഷം കിട്ടും എന്നുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെയാണ് പ്രൈം മിനിസ്റ്ററാക്കി നിയമിക്കുന്നത്. ഇലക്ഷന് ശേഷം ഒരു പാർട്ടിക്കും ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ 2 അതിൽ കൂടുതൽ വരുന്ന പാർട്ടീസിനെ കമ്പൈൻ ചെയ്ത് ഒരു കോമൺ പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിൽ ഒരു അലയൻസ് ഉണ്ടാക്കി ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ആ അലയൻസിന്റെ നേതാവിനെ പ്രൈം മിനിസ്റ്ററാക്കും. അങ്ങനെ ആയിരിക്കുന്ന പ്രൈം മിനിസ്റ്റർ നിർദ്ദേശിക്കുന്നവരെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിലേക്ക് അപ്പോയിന്റ്മെന്റ് ചെയ്യും. പ്രൈം മിനിസ്റ്റർ ശുപാർശ ചെയ്യുന്നവരെയാണ് പ്രസിഡന്റ് മന്ത്രിമാരായിട്ട് നിയമിക്കുന്നത്. 3 കാറ്റഗറി മന്ത്രിമാരാണ് ഉള്ളത്: ക്യാബിനറ്റ് മിനിസ്റ്റർ, മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് ഡെപ്യൂട്ടി മിനിസ്റ്റർ. പാർട്ടിയിൽ പ്രധാന പദവിയുള്ള കുറച്ച് മന്ത്രിമാർ ചേർന്നുണ്ടാക്കുന്ന ഒരു ചെറിയ ഗ്രൂപ്പാണ് ക്യാബിനറ്റ്. അവരാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് പലതും എടുക്കുന്നത്. അവർ ആഴ്ചതോറും മീറ്റിംഗ് നടത്തി സർക്കാരിൻ്റെ പ്രധാന നയങ്ങളെല്ലാം സ്വീകരിക്കും.
അടുത്തതായിട്ട് വിവിധ തലത്തിലുള്ള മന്ത്രിമാർ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് വരുന്നത് ക്യാബിനറ്റ് മിനിസ്റ്ററാണ്. ക്യാബിനറ്റ് മിനിസ്റ്റർ ഒന്നോ അതിൽ കൂടുതലോ വകുപ്പുകളുടെ തലവനായിരിക്കും. ക്യാബിനറ്റ് മിനിസ്റ്ററിന്റെ കീഴിലായിട്ട് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്സ് കാണാം. ഇങ്ങനെ ഇൻഡിപെൻഡന്റ് ചാർജ് വരുന്ന മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്സിന്റെ ഉത്തരവാദിത്വമാണ് ആ കറസ്പോണ്ടിങ് ഡിപ്പാർട്ട്മെന്റിനെ പ്രോപ്പറായിട്ട് നയിക്കുക എന്നുള്ളത്. അതിനോടൊപ്പം ക്യാബിനറ്റ് മീറ്റിംഗിൽ ആ വകുപ്പുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അജണ്ട ഉണ്ടെങ്കിൽ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്സും പങ്കെടുക്കാറുണ്ട്. മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്സിന്റെ കീഴിൽ ഡെപ്യൂട്ടി മിനിസ്റ്റർ കാണാം. ചിലപ്പോൾ ക്യാബിനറ്റ് മിനിസ്റ്ററിന്റെ കീഴിലായിരിക്കാം ഡെപ്യൂട്ടി മിനിസ്റ്ററും വരുന്നത്. എഗെയിൻ ഡെപ്യൂട്ടി മിനിസ്റ്ററിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നതും ക്യാബിനറ്റ് മിനിസ്റ്ററിനെ അസിസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ മിനിസ്റ്റർ ഓഫ് ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ്സിനെ അസിസ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് മിനിസ്റ്റേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ മിനിസ്റ്റേഴ്സ് ആ പദവിയിലിരിക്കുന്നത് പ്രസിഡന്റിന്റെ പ്ലഷറിലാണ്. എക്സിക്യൂട്ടീവ് ഹെഡായിട്ടുള്ള പ്രൈം മിനിസ്റ്ററിന്റെ മുമ്പിൽ തങ്ങളുടെ വകുപ്പിന്റെ നയങ്ങൾ വിശദമാക്കുന്നത് ആ മന്ത്രിമാരുടെ ഉത്തരവാദിത്വമാണ്. പ്രൈം മിനിസ്റ്റർ അഡ്വൈസ് ചെയ്താൽ ലോക്സഭയിൽ ആ മന്ത്രിമാർക്ക് വിശ്വാസം ഉണ്ടെങ്കിലും മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കാം. അടുത്തത് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി. മന്ത്രിസഭയുടെ തീരുമാനങ്ങൾക്ക് മന്ത്രിമാർ കൂട്ടായ ഉത്തരവാദിത്വമുള്ളവരാണ്. പാർലമെന്റിന്റെ മുമ്പിൽ തങ്ങളുടെ നയങ്ങൾ വിശ്വാസപൂർവ്വം അവതരിപ്പിക്കാൻ കഴിയാതെ വരുമ്പോൾ അവർ രാജിവെക്കേണ്ട അവസ്ഥ ഉണ്ടാകും. അടുത്ത റെസ്പോൺസിബിലിറ്റി ആയിട്ടുള്ള ലെജിസ്ലേറ്റീവ് റെസ്പോൺസിബിലിറ്റീസ് ചെക്ക് ചെയ്യാം. കേന്ദ്ര ഗവൺമെന്റിനെ പ്രതിനിധീകരിച്ച് പാർലമെന്റിൽ പങ്കെടുക്കുന്നത് ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണ്. കേന്ദ്ര സർക്കാരിന്റെ വിവിധ നയങ്ങൾ വിശദമാക്കാൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന് പാർലമെന്റിന്റെ മുമ്പിൽ ഉത്തരവാദിത്വമുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നയങ്ങൾ ഉണ്ടാക്കുന്നതും സഭകളിൽ അവതരിപ്പിക്കുന്നതും അത് പാർലമെന്റിന്റെ വിശ്വാസത്തിലെടുക്കുന്നതും മന്ത്രിമാരുടെ ഉത്തരവാദിത്വമാണ്. അടുത്തതായിട്ട് ഫിനാൻഷ്യൽ പവേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ധനകാര്യ നയങ്ങൾ നടപ്പിലാക്കുന്നതിലും മന്ത്രിമാർക്ക് ഉത്തരവാദിത്വമുണ്ട്. ധനകാര്യ മന്ത്രിയാണ് പാർലമെന്റിന് മുമ്പിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. അടുത്തതായിട്ട് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ എക്സിക്യൂട്ടീവ് പവേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. കേന്ദ്രത്തിന്റെ എക്സിക്യൂട്ടീവ് പവേഴ്സിൽ വരുന്നതാണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. വിവിധ വകുപ്പുകളെ പ്രതിനിധീകരിച്ചാണ് മന്ത്രിമാർ പങ്കെടുക്കുന്നത്. അവർ സർക്കാരിന്റെ വിവിധ തലങ്ങളിൽ വേണ്ട നിർദ്ദേശങ്ങൾ നൽകും. ക്യാബിനറ്റാണ് നയപരമായ എന്തെങ്കിലും തർക്കം ഉണ്ടെങ്കിലും പരിഹരിക്കുന്നതും അതിനോടൊപ്പം വിദേശ സൈനിക നയങ്ങൾ നിശ്ചയിക്കുന്നതും. അതിനോടൊപ്പം അവരുടെ ഉത്തരവാദിത്തമാണ് 5 ഇയർ പ്ലാൻ നടപ്പിലാക്കുന്നത്. ഒരു മന്ത്രി സർക്കാരിന്റെ നയങ്ങളിൽ എതിർപ്പുണ്ടെങ്കിലും അത് പരസ്യമായിട്ട് പ്രകടിപ്പിക്കാൻ കഴിയില്ല. അങ്ങനെ വ്യത്യസ്തമായ നയം ഉണ്ടെങ്കിൽ രാജിവെച്ചതിന് ശേഷം മാത്രമേ അതിനെക്കുറിച്ച് അഭിപ്രായം പ്രകടിപ്പിക്കാൻ കഴിയുള്ളൂ. മന്ത്രിസഭയുടെ നയങ്ങൾക്ക് കൂട്ടായ ഉത്തരവാദിത്വമാണ് ഉള്ളത്. അതിനോടൊപ്പം ഒരു മന്ത്രിക്കെതിരെയുള്ള പ്രതിപക്ഷത്തിന്റെ നീക്കം മന്ത്രിസഭയുടെ വിശ്വാസം നഷ്ടപ്പെടുത്തുന്നതാണ്. അങ്ങനെ ഒരു മന്ത്രിയുടെ വിശ്വാസം നഷ്ടപ്പെട്ടാൽ ആ മന്ത്രിസഭ ഇൻക്ലൂഡിംഗ് പ്രൈം മിനിസ്റ്ററിന് രാജിവെക്കേണ്ടതായിട്ട് വരാം. മന്ത്രി വകുപ്പുകളിൽ പാർലമെന്റ് അംഗങ്ങൾക്ക് സസൂക്ഷ്മം ഇടപെടാം. പാർലമെന്റിൽ തങ്ങളുടെ വകുപ്പിനെക്കുറിച്ച് വിശദമാക്കാൻ മന്ത്രിമാർക്ക് ഉത്തരവാദിത്വമുണ്ട്. അങ്ങനെ മന്ത്രിമാർക്ക് തങ്ങളുടെ വകുപ്പുകളിൽ ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് സഭാംഗങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനും അവർക്കെതിരെ അവിശ്വാസ പ്രമേയങ്ങൾ കൊണ്ടുവരാനും കഴിയുന്നതാണ്. അതിനോടൊപ്പം വിവിധ കമ്മിറ്റികളായ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി, എസ്റ്റിമേറ്റ്സ് കമ്മിറ്റി, ഗവൺമെന്റ് അഷുറൻസ് കമ്മിറ്റി, പ്രിവിലേജ് കമ്മിറ്റി തുടങ്ങിയ കമ്മിറ്റികളെ നിയമിക്കുന്നതും മന്ത്രിമാരുടെ ഉത്തരവാദിത്വമാണ്. അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണ്. അതിനോടൊപ്പം അത് നടപ്പിലാക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതും മന്ത്രിമാരുടെ ഉത്തരവാദിത്വമാണ്. അവരുടെ വകുപ്പുകളുടെ നയങ്ങൾ വിശദമാക്കി വേണമെങ്കിൽ നിയമനിർമ്മാണം നടത്തേണ്ട ഉത്തരവാദിത്വവും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനാണ്. അതിനോടൊപ്പം ബഡ്ജറ്റിൽ തങ്ങളുടെ വകുപ്പുകളുടെ വരവ് ചെലവ് ഭാഗങ്ങൾ വിശദമാക്കുന്നതും ഫോറിൻ പോളിസീസ്, അതിനോടൊപ്പം മറ്റ് രാജ്യങ്ങളുടെ ബന്ധങ്ങൾ, ഇവയെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാക്കുന്നതും മന്ത്രിമാരുടെ ഉത്തരവാദിത്വമാണ്. അടുത്തതായിട്ട് പ്രൈം മിനിസ്റ്ററിന്റെ ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാം. രാജ്യത്തിന്റെ തലവൻ പ്രസിഡന്റ് ആണെങ്കിലും ഗവൺമെന്റിന്റെ ഹെഡ് പ്രൈം മിനിസ്റ്ററാണ്.
അദ്ദേഹമാണ് യഥാർത്ഥ എക്സിക്യൂട്ടീവ് അതോറിറ്റി. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ തലവനും അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് മാത്രമാണ് പ്രസിഡന്റ് പ്രവർത്തിക്കുന്നത്. ഈ കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് പ്രൈം മിനിസ്റ്ററിനെ ഫസ്റ്റ് അമോങ് ഈക്വൽസ്, അല്ലെങ്കിൽ മൂൺ അമോങ് സ്റ്റാർസ്, അല്ലെങ്കിൽ ദ പിവോട്ട് ഓഫ് ദ വോൾ സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ആയിട്ടും മെൻഷൻ ചെയ്യുന്നത്. തുല്യരിൽ ഫസ്റ്റായിട്ടുള്ള ആളായതുകൊണ്ട് തന്നെ പ്രൈം മിനിസ്റ്ററായിട്ട് ഒരാളെ തിരഞ്ഞെടുക്കുന്നത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നേരത്തെ സൂചിപ്പിച്ച കണക്ക് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് കൂടുന്നത് വിരളമാണെങ്കിലും ക്യാബിനറ്റ് മീറ്റിംഗ് ആഴ്ചയിൽ നടക്കാറുണ്ട്. ക്യാബിനറ്റാണ് മെയിൻ ആയിട്ടുള്ള എല്ലാ ഡിസിഷൻസും എടുക്കുന്നത്. പക്ഷേ ആ ഡിസിഷന്റെ കൂട്ടുത്തരവാദിത്വം കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന് ഉണ്ട്. നെക്സ്റ്റ്, പ്രൈം മിനിസ്റ്ററിന്റെ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഒന്ന് ചെക്ക് ചെയ്യാം. പ്രസിഡന്റുമായി ബന്ധപ്പെട്ട ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രസിഡന്റിന്റെ മുമ്പിൽ നയപരമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് പ്രൈം മിനിസ്റ്ററാണ്. അതിനോടൊപ്പം വിവിധ തലങ്ങളിൽ വരുന്ന പുതിയ നിയമങ്ങൾ പ്രസിഡന്റ് ആവശ്യപ്പെട്ടാൽ ഏതൊരു സമയത്തും വിശദമാക്കാൻ പ്രൈം മിനിസ്റ്റർ ബാധ്യസ്ഥനാണ്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അറിയാതെ ഒരു മന്ത്രി എടുത്ത നിർദ്ദേശം പ്രസിഡന്റ് ആവശ്യപ്പെട്ടാൽ പ്രൈം മിനിസ്റ്റർ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടതാണ്. ഏതെങ്കിലും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിലെ മന്ത്രിയുമായി ബന്ധപ്പെടണം എന്നുണ്ടെങ്കിൽ പ്രസിഡന്റ് പ്രൈം മിനിസ്റ്റർ വഴിയാണ് ബന്ധപ്പെടുന്നത്. അടുത്തതായിട്ട് പ്രധാനമന്ത്രി ലോക്സഭയുമായി ബന്ധപ്പെട്ടുള്ള റിലേഷൻ ചെക്ക് ചെയ്യാം. ലോക്സഭയിലെ ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവാണ് പ്രൈം മിനിസ്റ്റർ. ലോക്സഭ പിരിച്ചുവിടണമെന്ന് പ്രസിഡന്റ് അടുത്ത് ശുപാർശ ചെയ്യുന്നതും പ്രധാനമന്ത്രിയാണ്. അതിനോടൊപ്പം ഗവൺമെന്റിന്റെ തലവനെന്ന രീതിയിൽ ഗവൺമെന്റ് നയങ്ങൾ ലോക്സഭയിൽ വിശദമാക്കുന്നതും പ്രധാനമന്ത്രിയാണ്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിലേക്ക് പ്രധാനമന്ത്രി എംപിമാരെ സെലക്ട് ചെയ്യുമ്പോൾ വിവിധ കാര്യങ്ങൾ ഉൾക്കൊണ്ടാണ് ആ സെലക്ഷൻ നടത്തുന്നത്. വിവിധ സൊസൈറ്റീസ്, വിവിധ സംസ്ഥാനങ്ങളുടെ കാര്യങ്ങൾ, വിവിധ വിശ്വാസങ്ങൾ തുടങ്ങിയവയാണ് സെലക്ഷന്റെ ക്രൈറ്റീരിയ ആയിട്ട് വരുന്നത്. അടുത്തതായിട്ട് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സുമായിട്ട് പ്രൈം മിനിസ്റ്ററിന്റെ റിലേഷൻ ഒന്ന് ചെക്ക് ചെയ്യാം. മന്ത്രിമാർ ആകേണ്ടവരുടെ പേരുകൾ പ്രസിഡന്റിന് ശുപാർശ ചെയ്യുക, വിവിധ മന്ത്രിമാരുടെ വകുപ്പുകൾ കൊടുക്കുന്നതും അത് പുനഃക്രമീകരിക്കുന്നതും, ഒരു മന്ത്രിയുടെ അടുത്ത് രാജിവെക്കാൻ ആവശ്യപ്പെടാം, അല്ലാത്ത പക്ഷം പ്രസിഡന്റിന്റെ അടുത്ത് പുറത്താക്കാനും ആവശ്യപ്പെടാം. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് യോഗം നടത്തുന്നതും അതിലെ തീരുമാനങ്ങൾ എടുക്കുന്നതിലെയും നിർണായക ശക്തിയാണ് പ്രൈം മിനിസ്റ്റർ. എല്ലാ വകുപ്പുകളെയും നിയന്ത്രിക്കുന്നതും നയിക്കുന്നതും ശുപാർശ ചെയ്യുന്നതും പ്രൈം മിനിസ്റ്ററാണ്. അതിനോടൊപ്പം എല്ലാ മന്ത്രിമാരും രാജിവെക്കുന്ന അവസ്ഥ തന്റെ രാജിയിലൂടെ സംജാതമാക്കുന്നതും പ്രൈം മിനിസ്റ്ററാണ്. നെക്സ്റ്റ്, പ്രൈം മിനിസ്റ്ററിന്റെ മിസ്സലേനിയസ് ആയിട്ടുള്ള പവേഴ്സ് ഏതൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം. പ്ലാനിംഗ് കമ്മീഷൻ, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ, നാഷണൽ ഇന്റഗ്രേഷൻ കൗൺസിൽ, ഇന്റർസ്റ്റേറ്റ് കൗൺസിൽ തുടങ്ങിയവയുടെ എല്ലാ ചെയർമാൻമാരെയും നിയോഗിക്കുന്നത് പ്രൈം മിനിസ്റ്ററാണ്. രാജ്യത്തിന്റെ വിദേശ നയങ്ങൾ നടപ്പിലാക്കുന്നതിൽ നിർണായക റോൾ, ഗവൺമെന്റിന്റെ നയങ്ങൾ വിശദമാക്കുന്ന ആൾ, ദുരിതങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അതിന് മേൽനോട്ടം വഹിക്കേണ്ട ആൾ, ഒരു രാജ്യത്തിന്റെ നേതാവെന്ന നിലയ്ക്ക് വിവിധ ജനവിഭാഗങ്ങളെ കാണുകയും അവരുടെ മെമ്മോറൻഡോ സ്വീകരിക്കുന്നതും അതിനു വേണ്ട മേൽ നടപടികൾ സ്വീകരിക്കുന്നതും പ്രധാനമന്ത്രിയാണ്. ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ തലവനോടൊപ്പം രാജ്യതലവനും കൂടെയാണ് പ്രൈം മിനിസ്റ്റർ. നെക്സ്റ്റ്, ഇതിലെ അവസാനത്തെ ടോപ്പിക്കാണ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. ആർട്ടിക്കിൾ 76ഉം 78ഉം അറ്റോർണി ജനറലുമായി ബന്ധപ്പെട്ടതാണ്. രാജ്യത്തിന്റെ ഏറ്റവും ഉയർന്ന ലോ ഓഫീസറാണ് അറ്റോർണി ജനറൽ. സർക്കാരിന്റെ എല്ലാ നിയമവശങ്ങളും വിശദമാക്കുന്നത് അറ്റോർണി ജനറലാണ്. പ്രസിഡന്റാണ് അറ്റോർണി ജനറലിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. AGയുടെ ക്വാളിഫിക്കേഷൻ നോക്കുമ്പോൾ സുപ്രീം കോടതി ജഡ്ജ് ആവാൻ അർഹനായിട്ടുള്ള ഒരാളാവണം. അതായത് ഹൈക്കോടതി ജഡ്ജായിട്ട് 5 വർഷമായ ആൾ, അല്ലെങ്കിൽ 10 വർഷമായി ഹൈക്കോർട്ടിൽ അഡ്വക്കേറ്റായി തുടരുന്ന ആളാകണം.
AG നിയമിക്കുന്നത് ഒരു പർട്ടിക്കുലർ കാലാവധിയിലായിട്ടല്ല. അതിനാൽ തന്നെ പ്രസിഡന്റ് അനുവദിക്കുന്നിടത്തോളം അദ്ദേഹത്തിന് ഈ സ്ഥാനത്ത് കണ്ടിന്യൂ ചെയ്യാം. ഏത് സമയത്തും AG ആ സ്ഥാനത്ത് നിന്ന് നീക്കാൻ പ്രസിഡന്റിന് കഴിയുകയും ചെയ്യും. ഭരണഘടനയിൽ AG മാറ്റുന്നതിനെക്കുറിച്ചുള്ള പ്രൊസീജിയറൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അടുത്തതായിട്ട് നമുക്ക് AG ഡ്യൂട്ടീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഗവൺമെന്റിന് നിയമകാര്യങ്ങളിൽ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക, പ്രസിഡന്റ് നിർദ്ദേശിക്കുന്ന നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക, ഭരണഘടന സൂചിപ്പിക്കുന്ന AG ഡ്യൂട്ടീസിനോടൊപ്പം പുതിയ ഭേദഗതിയാൽ വരുന്ന നിയമങ്ങളും നടപ്പിലാക്കാൻ AG ബാധ്യസ്ഥനാണ്. അടുത്തതായിട്ട് AG ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോർട്ടിൽ വരുന്ന കേസുകളിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഭാഗമായിട്ട് വരുന്നത് അറ്റോർണി ജനറലാണ്. സുപ്രീം കോർട്ടിൽ പ്രസിഡന്റ് റഫർ ചെയ്യുന്നിടത്ത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പ്രതിനിധിയായിട്ട് വരുന്നതും AG ആണ്. ഹൈക്കോർട്ടിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കേസ് വരുന്നെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആവശ്യപ്പെടുന്ന പക്ഷം AG ഹാജരാകണം. അടുത്തതായിട്ട് AG റൈറ്റ്സ് എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം. ഇന്ത്യയിലെ ഏതൊരു കോടതിയിലും ഓഡിയൻസ് ആയിട്ട് അദ്ദേഹത്തിന് പങ്കുചേരാം. പാർലമെന്റിന്റെ ഇരു സഭകളിലും സംസാരിക്കാനും പങ്കെടുക്കാനും കഴിയും. പക്ഷേ വോട്ട് ചെയ്യാനുള്ള അധികാരം ഇല്ല. പാർലമെന്റ് മെമ്പറായി അദ്ദേഹത്തെ നിർദ്ദേശിച്ചിട്ടുള്ള എല്ലാ കമ്മിറ്റികളിലും പങ്കെടുക്കാനും അദ്ദേഹത്തിന് കഴിയും. പക്ഷേ അവിടെയും വോട്ട് ചെയ്യാനുള്ള അധികാരം ഇല്ല. MP കിട്ടുന്ന എല്ലാ പ്രിവിലേജസും പ്രൊട്ടക്ഷനും AGക്കും ലഭിക്കും. അടുത്തതായിട്ട് AG ലിമിറ്റേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് എതിരായിട്ട് ഒരു പ്രസ് മീറ്റിംഗ് ഒരിക്കലും നടത്താൻ പാടില്ല. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പെർമിഷൻ ഇല്ലാതെ ക്രിമിനൽ കേസുകളുടെ പ്രതിനിധികളെ ഒരിക്കലും കോടതിയിൽ പ്രതിനിധീകരിക്കാൻ കഴിയില്ല. അതിനോടൊപ്പം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പെർമിഷൻ ഇല്ലാതെ ഒരു കമ്പനിയുടെയും ഡയറക്ടർ സ്ഥാനത്ത് വരാൻ കഴിയില്ല. പ്രൈവറ്റ് പ്രാക്ടീസ് AGക്ക് അനുവദനീയമാണ്. അതായത് അദ്ദേഹം ഒരു ഗവൺമെന്റ് സെർവന്റ് അല്ല. അതിനാൽ തന്നെ അദ്ദേഹത്തിനൊരു ഫിക്സഡ് സാലറി ഇല്ല. പ്രസിഡന്റ് നിശ്ചയിക്കുന്ന തുകയാണ് അദ്ദേഹത്തിന് ശമ്പളമായി ലഭിക്കുന്നത്. സോ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ അടുത്ത ഭാഗത്ത് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.